നല്ല തിക്ക്, നല്ല സ്പൈസി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ സൈഡിലേക്ക് ആ ഒരു മട്ടൻ കറി ഇടുകയാണ്. രണ്ടാമത്തെ തവി ഇട്ടപ്പോഴത്തേന് കുറച്ച് കൂടുതൽ വീണുപോയി. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ, നല്ല ക്ലൈമറ്റ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി, പ്രത്യേകിച്ച് നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസും മട്ടൻ കറിയും വെക്കാമെന്ന്. അങ്ങനെ ഇന്ന് മട്ടൻ കറി വെക്കാൻ പോകുന്നത് അടുപ്പിലാണ്, പുകയടുപ്പിൽ. ഇപ്പം ഇപ്പോഴാരും അങ്ങനെ പുകയടുപ്പ് യൂസ് ചെയ്യാറില്ല, എല്ലാവർക്കും സമയമില്ലല്ലോ, എല്ലാവരും സ്റ്റൗവിലും കുക്കറിലൊക്കെയാണ് വെക്കുന്നത്. ഇന്ന് ഞങ്ങളെല്ലാവരും ഫ്രീ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ഇച്ചിരി സമയം എടുത്തതിന് വേണ്ടിയില്ല, നമുക്കൊന്ന് അടുപ്പിൽ വെക്കാമെന്ന്. അങ്ങനെ മമ്മി പറഞ്ഞു ഫ്രൈഡ് റൈസിൻ്റെ ടാസ്ക് മമ്മി ഏറ്റെടുത്തു, മട്ടൻ കറിയുടെ ടാസ്ക് ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ പപ്പ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അടുപ്പൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന്. കുറേ കാലമായിട്ട് എടുക്കാതിരിക്കുകയാണ്. ആളതൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ആ സമയത്ത് മട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ അരിഞ്ഞ് വെച്ചു. ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചു. നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ അതിലേക്ക് ചതച്ചെടുത്ത ജിഞ്ചർ ഗാർലിക്കും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ചെറിയ ഉള്ളി മാക്സിമം ചെറിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. എനിക്ക് പിന്നെ അരിയാനുള്ള മടിയുണ്ട്, ഞാൻ കുറച്ച് സവാളയും കൂടെ ചേർത്ത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ആരാ കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല, ഈ ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അതായത് വാടി കിട്ടുന്നുള്ളത്, പക്ഷെ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അത് വാടി വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് വേണ്ടുന്ന പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, ഫ്രഷ് സാധനമാണ്. അപ്പം അതൊന്ന് കീറിയിട്ട് കൊടുത്തു. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് നല്ല മണം വരുന്നുണ്ട് പച്ചമുളകിൻ്റെ. പിന്നെ നമുക്കിതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ, ഗരം മസാല, ഇത്രയും പൊടികളാണ് ആഡ് ചെയ്തത് ഞാൻ. എനിക്കിതിൻ്റെ അളവൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ചിലർ പക്ഷേ കറക്റ്റായിട്ട് പറഞ്ഞു തരും, ഇത്ര കിലോ മട്ടന് ഇത്ര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഇത്ര ടീസ്പൂൺ ഇന്ന പൊടി. എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല. എനിക്ക് കാണുമ്പോൾ ഒക്കെ ഇത്ര ക്വാണ്ടിറ്റി സാധനമുണ്ട്. പിന്നെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഇത്ര പൊടി ഇടുമ്പോൾ ഇത് മതി, അങ്ങനെയാണ് ഞാൻ. എനിക്കിനി കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പെപ്പർ ഞങ്ങൾ ഇച്ചിരി കൂടുതലിടും, കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ചിലർ മട്ടൻ മസാലയൊക്കെ ഇടും, ഞങ്ങൾ പക്ഷേ അതൊന്നും ഇട്ടിട്ടില്ല. മാക്സിമം ഈ പൊടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. ഈ പാക്കറ്റിലെ അങ്ങനെ മേടിക്കാറില്ല വീട്ടിൽ. അങ്ങനെ ഈ പൊടിയെല്ലാം മിക്സ് ചെയ്ത് പച്ചമണം മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തു. ടൊമാറ്റോ നമ്മളിപ്പോഴും മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, എന്നാലേ ആ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടപ്പോഴാണ് കറിവേപ്പില ഇട്ടില്ലല്ലോ എന്നുള്ളത് ഓർത്തത്. അങ്ങനെ കറിവേപ്പിലയ്ക്കായിട്ട് ഫ്രഷായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പറമ്പിലേക്ക് പോയിട്ട് കുറച്ച് ചാഞ്ഞ് കിടക്കുന്ന ഒരു കറിവേപ്പില ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഒടിച്ചെടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ ഫ്രഷ് സാധനമാണ്, വീട്ടിൽ തന്നെ ഉള്ളതാണ്, അങ്ങനെ വിഷമൊന്നും അടിച്ചതല്ല. അപ്പം നമ്മൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഏറെ കറിവേപ്പില ഇടാമെന്നുള്ളത്. പിന്നെ മുടിക്കൊക്കെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചേറെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അപ്പം കുറച്ച് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടന് ഒരു വിസിൽ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വിസിൽ നമ്മൾ കുക്കറിൽ വെച്ചു. എന്നിട്ട് ബാക്കി അടുപ്പിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മട്ടനും അതിൻ്റെ ആ വെള്ളവും കൂടെ എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു, നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു, ഈ ഒരു പീസിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാത്തിരിപ്പിൻ്റെ ഒരു നിമിഷങ്ങളാണല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ നോൺ വെജ് വീട്ടിൽ വെക്കുന്ന സമയത്ത് അത് വേവുന്നിടം വരെ ആ വീട്ടിലുള്ള ഒരു അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് എല്ലാം നിൽപ്പുണ്ട്. അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ വന്ന് നോക്കുന്നുണ്ട് എന്തായെന്നുള്ളത്, അടി പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് വിശന്നപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, അത് ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാളെ ഞാൻ അവിടെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ചത്. ഒന്ന് പോയി നോക്കാം എന്തായെന്നുള്ളത്. അങ്ങനെ ഞാനൊന്ന് പോയി നോക്കിയ റൂമിൽ തൊട്ടിലാണ് കിടത്തിയിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഉറക്കത്തിലാണ്. ആളിങ്ങനെ ഉറങ്ങി തന്നത് കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പണികളൊക്കെ നടന്നു. ആൾക്ക് മാത്രം ചിലപ്പോൾ മട്ടൻ്റെ മണം വരുന്നില്ല, എന്താ അറിയില്ല, എണീറ്റില്ല. അങ്ങനെ
പിന്നെ ഞങ്ങൾ അടുപ്പിലേക്ക് വന്ന് ഞാൻ അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം എടുക്കാറായിട്ടുണ്ട് സംഭവം അടുപ്പിൽ നിന്ന്. അപ്പം ഈ സമയം കൊണ്ട് ഞാനൊന്ന് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നു. ഇപ്പം നമ്മൾ വിചാരിച്ചു എന്താ ഇത്തവണ നമുക്ക് പ്ലേറ്റിൽ കഴിക്കണ്ട, നമുക്കൊരു വാഴയിലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി ഒരു വാഴയിലയൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ട് ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് അതിനകത്തിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ട് നല്ല അപ്പോഴത്തേനും മമ്മി ഫ്രൈഡ് റൈസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ഫ്രൈഡ് റൈസ് അതിലേക്ക് നിങ്ങൾക്ക് കാണാം അതിൽ പുക പോകുന്നത്, വാഴയിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മട്ടൻ കറി, അത് നല്ല തിക്ക് നല്ല സ്പൈസി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ സൈഡിലേക്ക് ആ ഒരു മട്ടൻ കറി ഇടുകയാണ്. രണ്ടാമത്തെ തവി ഇട്ടപ്പോഴത്തേന് കുറച്ച് കൂടുതൽ വീണുപോയി. പിന്നെ ഞാൻ വെച്ച് പോട്ടെ, പച്ചക്കറിയാണെങ്കിൽ ഞാൻ തിരിച്ചിട്ടേനെ, മട്ടനായതുകൊണ്ട് ഞാൻ തിരിച്ചിടുന്നില്ല. അങ്ങനെ പിന്നെ ഈ കൂട്ടത്തിൽ കുറച്ച് ഒരു പപ്പടവും പിന്നെ അതേപോലെ അച്ചാറും. അപ്പോൾ നമ്മളുടെ ഇല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ നേരെ അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ചൂട് മട്ടനാണ്, കയ്യിൽ കിട്ടുന്നില്ല ചൂട് കാരണം. അങ്ങനെ ചൂട് മട്ടനും ഫ്രൈഡ് റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ബൈറ്റാണ്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു. എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു.